ഹലോ, അസ്സലാമലൈക്കും. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണോ? നമുക്കിവിടെ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കി. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും ചെയ്യണേ. പിന്നെ കമൻറ്റും ചെയ്യേണ്ടി കേട്ടോ. പിന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നതാ രാവിലത്തെ ചായൻ്റെ കടി അപ്പാണ് കേട്ടോ. അരി അരച്ച അപ്പാണ്. അപ്പം ഞാൻ തലേ ദിവസം നന്നായിട്ട് കഴുകിക്കാണ്ട് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ചായ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചായക്ക് വെള്ളം വെച്ചതിന് ശേഷമാണ് ഞാൻ അരി അരക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്ന് കറി ഉണ്ടാക്കണില്ല. കറിക്ക് ഇന്നലെ രാത്രി ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഇന്നലെ ഉച്ചക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ രാത്രി ഞങ്ങൾ ചിക്കൻ വാങ്ങിക്കാണ്ട് കറി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ പിന്നെ അത് മുളകിട്ട തന്നെ ഉണ്ട്. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അങ്ങനെ ഞാൻ ചിക്കൻ കറി തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളകിട്ടേക്കാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ എടുത്ത് ചൂടാക്കിക്കാണ് കേട്ടോ. നാളെയൊന്നും അരക്കണില്ല. അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കണം എന്നാണ് കരുതിയിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി ഞാൻ കുട്ടികളോട് പറഞ്ഞപ്പം ചിക്കൻ കറി ബാക്കി ഉണ്ടായപ്പം രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പം മക്കൾ പറഞ്ഞ് ചപ്പാത്തി വേണ്ട, അപ്പം മതി, അപ്പം ചിക്കൻ കറിയാണ് രസമുള്ളതെന്ന് പറഞ്ഞു കേട്ടോ. അവർക്ക് ചപ്പാത്തിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പം എന്നാൽ ശരി അതന്നെ ആയിക്കോട്ടെ എന്ന് കരുതി പിന്നെ ഞാൻ അരി വെള്ളത്തിലിട്ടു. അങ്ങനെ ഇപ്പോൾ അത് ചൂടാക്കാൻ വെച്ചിട്ട് ഇപ്പം അപ്പം ഓരോന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പം ചുടലിൻ്റെ അടിയിൽ അത് തിളച്ച് അപ്പോൾ ഓഫാക്കിയാണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പം ചുടല് കഴിഞ്ഞു. ഇന്നിപ്പം ഇനി സ്കൂൾക്ക് ചിക്കൻ കറിയും നെയ്ച്ചോറും ഉണ്ടാക്കാമെന്നാട്ട് കരുതിയത്. അപ്പം ഞാൻ അപ്പം ചുടല കഴിഞ്ഞതിന് ശേഷം റിജുവിനെ മദ്രസക്ക് പോകാൻ വേണ്ടിയിട്ട് വിളിച്ചുണർത്തി പല്ലൊക്കെ തേപ്പിച്ച് ഇപ്പോൾ അവിടെ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അത് വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ അവന് വീഡിയോ എടുക്കാൻ അയച്ചില്ല. പിന്നെ വീഡിയോ എടുക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നാൽ പിന്നെ ചായ കുടിച്ചാൽ കൂട്ടക്കൂല, മദ്രസക്ക് പോകാനൊന്നും പിന്നെ സമ്മതിക്കൂല കേട്ടോ. പിന്നെ ആകപ്പാട് ഈറേക്കാരം. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ ഈറ അടുപ്പിച്ചുണ്ടാന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ എൻ്റെ പണിക്ക് പോകുന്നു കേട്ടോ. അങ്ങനെ ചിക്കൻ കറിയൊക്കെയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് ആ കുട്ടിയറിൽ ഇട്ട് കാണാനാണ് കേട്ടോ ചതച്ചെടുത്തത്. അപ്പോൾ ഞാൻ മിക്സി അവിടെ നിന്ന് രാവിലെ എടുത്ത് വെക്കാത്ത തന്നെ ചക്കാനുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവിടെ വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നി വേണ്ട, കുട്ടിയറിൽ തന്നെ ചതച്ചെടുക്കാമെന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ അതിൽ തന്നെ വെച്ചു. അങ്ങനെ അതവിടെ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ അതാ വല്ലുള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിതുമ്പോൾ വെച്ചിട്ടാണ് കേട്ടോ വല്ലുള്ളിയൊക്കെ അരിഞ്ഞെടുക്കൽ. കട്ടിയും പൊടുമ്പോൾ വെച്ചാൽ പെട്ടെന്ന് ആയി കിട്ടൂല. അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞതിന് ശേഷം ചിക്കനും വെക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു. എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് ചൂടാക്കിയിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച വല്ലുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നത്തെമാതിരി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയാണ്ട് രസം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നാണ്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അടച്ച് വെച്ച് കൊടുക്കും കേട്ടോ. എന്നാൽ പെട്ടെന്ന് വാടി കിട്ടും ഉള്ളി. അപ്പം ഇന്നിപ്പോൾ കുക്കറിലൊന്നല്ല, നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതിപ്പോൾ പുതിയ ചട്ടി വാങ്ങിച്ചതുമാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും ഇട്ട് കൊടുത്തു. ഇനിയിപ്പം അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്നും കൂടെ ചതച്ച് കൊടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ സാധാരണ നമ്മൾ മുളക് ഇടുന്ന മാതിരി തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നും ആക്കണമൊന്നുമില്ല. നമ്മളെങ്ങനെയാണോ മുളക് കറി ഉണ്ടാക്കൽ അതേ രീതിക്ക് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ അത് അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം മുളകും പൊടി ഒരു സ്പൂണാണ് ഇട്ട് കൊടുത്തത്. കാര്യം പുതിയ മുളകും പൊടി കൊണ്ടുവന്നതാണ് ഇപ്പം ഇന്ന് രാവിലെ കൊണ്ടിരിച്ചാണ് കേട്ടോ. അപ്പോൾ എരിവിന് എങ്ങനെയുണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പം ഉള്ളതിനനുസരിച്ച് ഇനി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അങ്ങനെ 2-3 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ഉള്ളി വാട്ടിയപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഇതിൻ്റെ പച്ചകുത്തൊക്കെ മാറുന്ന വരെ ഒന്ന് കണ്ട് വാട്ടി കൊടുത്തു. എന്നിട്ട് പിന്നെ ഞാൻ ആ കുട്ടിയെല്ലാം ഒന്ന് ചുറ്റി പറഞ്ഞു കേട്ടോ. അതിൽ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ ചതച്ചതുണ്ടായിരുന്നു. അപ്പം പിന്നെ വെറുതെ കളയണ്ടല്ലോ എഴുതിയിട്ട് ഞാനതാണ് ചുറ്റി പറഞ്ഞത്. പിന്നെ ഇപ്പോൾ നമ്മൾ കേക്കെടുത്ത ചിക്കനും കൂടെ അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കറിലാകുമ്പോൾ ഞാൻ അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കലില്ല, അങ്ങനെ വിസിലടുപ്പിക്കലാണ്. ഇത് ചട്ടിയിലാകുമ്പോൾ അടിക്ക് പിടിക്കുമെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. അധികമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ അത് ചട്ടി മാറ്റി ഞാൻ ഇപ്പുറത്തെ ഗ്യാസ് മേൽ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നെയ്ച്ചോറിനുള്ള ചട്ടി വെച്ച് അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയൊക്കെ വാട്ടിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിലേക്കുള്ള സ്പൈസസൊക്കെ അതും ഇട്ട് കൊടുത്തു. പിന്നെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ 3.5 കപ്പ് അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം പിന്നെ 7 കപ്പ് വെള്ളമാണ് എടുത്തത് കേട്ടോ. ഞാൻ അരീൻ്റെ ഇരട്ടി വെള്ളമാണ് എടുക്കൽ.
അങ്ങനെ അത് ഒഴിച്ചു കൊടുത്ത് അങ്ങനെ ഉപ്പും ഒക്കെ ഇട്ടെടുത്ത് പാകമാണോ ഒക്കെ നോക്കിയപ്പോൾ ഒക്കെ കറക്റ്റാണ് കേട്ടോ. ഒരാൾ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്തായി എന്നുള്ളത്. ചട്ടിയിലാവണോണ്ട് തന്നെ അടിക്ക് പിടിക്കുമോ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അധികം ചിക്കൻ കറിയൊക്കെ കുക്കറിൽ തന്നെ വെക്കൽ, ഇങ്ങനെ വെക്കൽ കുറവാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ആയപ്പോക്കും നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരി നല്ലോണം കഴുകിയെടുത്തിട്ട് ഇനി അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടാണ് വേവിച്ചെടുക്കുക കേട്ടോ. സിമ്പിൾ ആക്കണം, ഇല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ പെട്ടെന്നത് അടിക്ക് പിടിക്കാന്നല്ലാതെ ചോറ് വേകൂല. അപ്പം പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അങ്ങനെ വേവിച്ചെടുക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇവിടെ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ അത് പപ്പടം കൂടെ ഒന്ന് പൊരിക്കാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പപ്പടം പൊള്ളക്കാതൊക്കെ വേണ്ടിയിട്ട് നടുക്ക് നല്ലൊരു ഓട്ടൻ കുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സമയം അതിലിങ്ങനെ വെച്ചതുകൊണ്ടാണ് ഒന്ന് ചോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ആയെങ്കിൽ ഇവിടെ മക്കൾ ഇത് പപ്പടം കഴിക്കോളൂ, ഇല്ലെങ്കിൽ കഴിക്കൂല. ഒരു എണ്ണച്ചോയാണ് പറഞ്ഞാണ്ട് ഓല് തിന്നൂല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത്രയും നേരം വെച്ചത്. അങ്ങനെ അതൊക്കെ അതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു, ചായ അടിച്ച പാത്രങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ മൊത്തത്തിലൊന്നാണ് കഴുകിയെടുത്തിട്ട് സിങ്കൊക്കെ അരച്ച് തുടച്ച് നന്നാക്കിയിട്ടുണ്ട് കേട്ടോ. തുണ്ടും ഒക്കെ നന്നാക്കി ഇടുകയാണ്. ഇപ്പോൾ നമ്മൾ കിച്ചൺ വൈറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും വേണം കയ്യെത്തുക കേട്ടോ. ആ പാത്രം കഴുകി ആ ഭാഗത്തൊക്കെ പൈപ്പിൻ്റെ ഭാഗത്തൊക്കെ നല്ലോണം പുള്ളി ഇങ്ങനെ വന്നിക്കും. അങ്ങനെ അതൊക്കെ നന്നാക്കി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഗോപിമോള് ചായ എടുക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അവൾ സ്കൂൾക്ക് പോകാൻ വേണ്ടി കുളിയും മാറ്റലൊക്കെ കഴിഞ്ഞ് അവിടെ ചായ എടുക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ പിന്നെ നമ്മളെ ചോറും നെയ്ച്ചോറും അതേപോലെ ചിക്കൻ കറിയും പപ്പടം പൊരിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ കറി വേണ്ട, കഷ്ണം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കഷ്ണമായിട്ട് പൊറുക്കി ഇട്ട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ അതൊരു പപ്പടം വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഇടാൻ പപ്പട്ടിന്, അപ്പോൾ ഒന്ന് മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഓളെ പറഞ്ഞേച്ച്. അപ്പോൾ ഇന്ന് റിഷുവിന് സ്കൂളില്ല കേട്ടോ. 10ാം ക്ലാസ്സുകാർക്ക് ടൂറ് പോകണ കാരണം ഇന്നിപ്പോൾ ഓല മാഷന്മാരൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. 8ാം ക്ലാസ്സുകാർക്ക് ഇന്ന് സ്കൂളില്ല കേട്ടോ. സ്കൂളില്ലെങ്കിൽ പിന്നെ ഓൻ്റെ പണി ഇതൊക്കെ തന്നെയാണ്. നേരം വെളുത്ത ഓനൊരു കത്തിയും കൈക്കോട്ടും കിട്ടിയാൽ മതി കേട്ടോ. അതുകൊണ്ട് പുല്ലും കാടും ചെത്തിയും അല്ലെങ്കിൽ എന്തെങ്കിലും കുഴിച്ചിട്ട് കാണ്ട് ചെടിയോടെ എന്തെങ്കിലും കൊണ്ടുവന്ന് കുഴിച്ചിട്ട് കാണ്ടും ഒക്കെ അങ്ങനെ ഓൻ്റെ നേരം കഴിച്ചും. ഇന്നിപ്പോൾ ഞാൻ മുറ്റടിച്ച് വരിയിട്ടില്ല കേട്ടോ. ഇന്നിപ്പോൾ വലിയ ചമ്മലും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ടൊന്നും അടിച്ചു വരിയിട്ടില്ല. അപ്പോൾ ഞാനോട് പറയാം മുറ്റത്ത് കാക്കാതെ ചെത്തിക്കോരെന്ന് പറഞ്ഞാണ് കേട്ടോ. പിന്നെ അവൻ്റെ ഇപ്പാൻ്റെ പോയാണ് കേട്ടോ. ഇപ്പാക്ക് നാടൻ പണിയൊക്കെ ആണല്ലോ, അതേ സെയിം തന്നെയാണ് കേട്ടോ ഓനും കിട്ടിയിരുന്നത്. അങ്ങനെ പിന്നെ ഓന് കുറച്ച് നേരം അവിടെ ചെത്തിക്കോരിനും കണ്ടങ്ങനെ നിന്ന് കേട്ടോ. കഴിഞ്ഞിപ്പോൾ റിജുവിൻ്റെ വണ്ടി വന്ന് പോയി. അതിന് ശേഷം പിന്നെ ഞാൻ തിരുമ്പാനുള്ള മെഷീനാണ് ഓണാക്കാമെന്ന് കരുതി കേട്ടോ. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ക്ലീനും കൂടിയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ തിരുമ്പലും ഇവിടെ കഴിയും. അങ്ങനെ ഞാൻ ഒരു പോയൊക്കെ തന്നെ ഒരു പയർ മാക്സി എടുത്തിട്ട് കാണ്ട് ഇപ്പോൾ മെഷീൻ ഓണാക്കുകയാണ്. അങ്ങനെ മെഷീൻ അവിടെ ഓണാക്കി. ഇനിയിപ്പോൾ കൂടെ ഒക്കെ ഒന്ന് അടിച്ചേരി തുടക്കണം. അപ്പോൾ ഞാൻ സിറ്റ് ഔട്ട് തുടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചവിട്ടി ഒന്ന് മാറ്റിയതാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ക്ലീനിങ്ങിൻ്റെ പണി കുറച്ച് ബാക്ക് കേട്ടോ. ഭയങ്കര മടിയാണ്. കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കുക്കിംഗ് എത്രയും ചെയ്യും. പക്ഷേ ക്ലീനിങ്ങിനോട് എന്താണോ വലിയൊരു താല്പര്യമല്ല കേട്ടോ. പിന്നെ ഞാൻ രാവിലെ തന്നെ വേഗം കുക്കിംഗ് കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കും വെറുതെ, അല്ലെങ്കിൽ ഫോണിലും കണ്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. ഭയങ്കര മടിയാണ് ക്ലീൻ ചെയ്യാനടോ. എന്നിട്ട് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ആലോചിച്ചും എന്തപ്പം ഈ ഇരുന്നിട്ട് നമുക്ക് എടുക്കേണ്ട പണി നമ്മൾ തന്നെ എടുക്കണ്ടേ, നമ്മൾ വീട് ആരും ക്ലീനാക്കി തരാനൊന്നും വരൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നാണ് നീച്ച് പോയിക്കാണ്ട് വേഗം കൂടെ കണ്ട് അടിച്ച് കയറിക്കാണ്ട് ഒക്കെ തുടച്ച് ക്ലീനാക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ തന്നെ ഒക്കെ നേരെ വിരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ അടിച്ച് വരിപ്പോൾ കിച്ചണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിയിൽ റാക്കിൻ്റെ അടിയിൽ മാറാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അടിയിൽ കണ്ടില്ല നിങ്ങൾ കറണ്ട് അടുപ്പ്, അത് കേടുന്നപ്പോൾ ഞാനവിടെ മാറ്റി വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് നേരാക്കണം. പിന്നെ നമുക്ക് ഈ തിണ്ടിൻ്റെ ഇവിടെ ഡോറും കൂടി വെക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. അങ്ങനെ അടുക്കളൻ്റെ പണി ഒക്കെ ക്ലീനായി എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ തുടക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ തുടക്കണ വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. വീഡിയോ ലെങ്ത് ആകണ്ടെന്ന് കരുതിയിട്ടാണ്. പിന്നെ ആ ഭാഗമൊക്കെ തുടച്ച് വന്നപ്പോഴേക്കും കിച്ചൺ തുടക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പം ജനവാതിൽ വരൊക്കെ ആകെ മാറാലിയും അതേപോലെ ചെതലൊക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെതൽ വരുന്നുണ്ട്. ഇതാണെങ്കിൽ സിമെൻറ്റിൻ്റെ ജനവാതിലാണ്. പിന്നെ എന്തുകൊണ്ടാണിത് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് അറിയില്ല കേട്ടോ. ഇടയ്ക്ക് വരും. ഞാൻ പിന്നെ തട്ടും തുടക്കും ഒക്കെ ചെയ്യലാണ്. അതേപോലെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മാറാലെ കെട്ടി നിൽക്കും കേട്ടോ. എന്നിട്ട് അതൊക്കെ നുള്ളി പറിച്ചെടുത്ത് അങ്ങനെ തുടച്ചെടുക്കും.
ചിലർക്കൊക്കെ ക്ലീനിങ്ങിനോടാവും വലിയ താല്പര്യമല്ലേ, കുക്കിങ്ങിനോട് തീരെ ഇഷ്ടം ഉണ്ടാവില്ല. എനിക്ക് അങ്ങനെയല്ല കേട്ടോ, എനിക്ക് നേരെ തിരിച്ചാണ്. ചിലർക്ക് പിന്നെ കുക്കിങ്ങിനോടാവും ഇഷ്ടം, ക്ലീനിങ് ഇഷ്ടം ഉണ്ടാവില്ല. എനിക്ക് ക്ലീനിങ്ങിനോടാണ് കേട്ടോ തീരെ താല്പര്യമില്ലാത്തത്. കുക്കിങ്ങിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഈ കൊറോണ സമയത്തൊക്കെ ഈ കേക്കിനല്ലോ അന്നൊക്കെ യൂട്യൂബ് എടുത്ത് തുറന്ന വീഡിയോസാണ് വരിക. അന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് കേക്കാണല്ലോ. എന്നിട്ട് ഞാൻ അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ, അതൊന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. സാധനം കൊണ്ടിരിക്കും, ഉണ്ടാക്കും, ഫ്ലോപ്പാകും, പിന്നെയും കൊണ്ടിരിക്കും, ഉണ്ടാക്കും, ഫ്ലോപ്പാകും. എന്നിട്ട് കുട്ടികളും മാപ്പിളൊക്കെ കളിയാക്കലൊക്കെ ഉണ്ടായിന് കേട്ടോ, എന്നെ കൊണ്ട് കഴിയൂല, നിർത്തിക്കള ഈ പരിപാടി തുടങ്ങണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെങ്കിലും ഞാൻ വിട്ട് കൊടുത്തില്ല കേട്ടോ, തോറ്റ് കൊടുക്കാൻ തയ്യാറായിട്ടില്ലേന്നു. വാശി ഒല പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നും കൂടി വാശി കൂടി, എങ്ങനെയെങ്കിലും അത് പഠിച്ചെടുക്കണം എന്ന് ഞാൻ വാശിയിൽ ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് കൊണ്ടേയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബീറ്ററൊന്നും ഇല്ലാതെ കേട്ടോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ബീറ്ററൊക്കെ വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയപ്പം സക്സസ് ആയി കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ഒരുപാട് കേക്ക് പിന്നെ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ ഓരോ കേക്ക് ഉണ്ടാക്കുമ്പോഴും പിന്നെ അത് സ്റ്റാറ്റസ് ഇടും, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ എനിക്ക് ഒരുപാട് ഓർഡറുകൾ വരാൻ തുടങ്ങി കേട്ടോ. ഒരുപാട് ഓർഡർ പറഞ്ഞാൽ ഞാൻ ഒരുപാട് വെഡ്ഡിങ് കേക്ക്, അതേമാതിരി ബർത്ത്ഡേ കേക്ക്, ആനിവേഴ്സറി കേക്ക്, അതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിക്കാണ്ട് ഒരുപാട് ഞാൻ ട്രൈ ചെയ്ത് നോക്കും. കിട്ടിയൊരു റെസിപ്പി അത് ഫോളോ ആക്കുമ്പം റെഡി ആവാത്തതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെതായ രീതിക്കൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റമൊക്കെ വരുത്തിക്കാണ്ട് ഞാൻ ഒരുപാട് വട്ടം ട്രൈ ചെയ്ത് കണ്ട് അങ്ങനെ പഠിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ഒരുപാട് കേക്കുകൾ പിന്നെ ഞാൻ പുറത്തേക്ക് സെയിൽ ചെയ്തു. അങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അല്ലേ 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോൾ അത് ഫ്ലോപ്പായി കഴിഞ്ഞാൽ നമ്മളെ തളർത്താനും കളിയാക്കാനും ഇനി വേണ്ട നിർത്തിക്കളാന്നൊക്കെ പറയാനൊക്കെ ആൾക്കാരുണ്ടാവും. പക്ഷേ അതൊന്നും ഞാൻ ഇതാക്കാതെ നമ്മൾ ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ വിടുക എന്ന് പറഞ്ഞില്ലേ, അതേപോലെ നിന്നുകൊണ്ട് ഇനി ക്ഷമയോടെ ഞാൻ പിന്നെ അങ്ങനെ ട്രൈ ചെയ്ത് കണ്ട് പഠിച്ചതാണ് കേട്ടോ. എന്നിട്ട് പിന്നെ എൻ്റെ മൂത്തച്ഛൻ്റെ കുട്ടിയാണ് എനിക്ക് ഫസ്റ്റ് കേക്കിന് ഓർഡർ തന്നത് കേട്ടോ. ഓനങ്ങനെ ഞാൻ സ്റ്റാറ്റസ് ഇട്ട് കണ്ടിട്ടാണ് ഓനങ്ങനെ തന്നത്. ഞാൻ എന്നോട് പറയുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞാമ്മ ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ, ചിലപ്പം ഫ്ലോപ്പാകും, നാസാകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓന് എനിക്ക് ധൈര്യം തന്നത് ഓനാണ് കേട്ടോ. കേക്ക് നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളി, ഫ്ലോപ്പായാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കണ്ട് ഓനാണ് കേട്ടോ എനിക്ക് പിന്നെ കേക്ക് ഉണ്ടാക്കാൻ ധൈര്യമൊക്കെ തന്നത്. അങ്ങനെ ഞാൻ ക്ഷമയോടെ അത് ആക്കും പോലെ അങ്ങനെ ഇരുന്ന് ഉണ്ടാക്കി. അങ്ങനെ അത് സക്സസ് ആയി കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനത് സ്റ്റാറ്റസ് ഇട്ടു. പിന്നെ അങ്ങനെ അത് നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ അത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിലേക്കും ബൈ.